ഞാനാണ് ഈ കഥയിലെ നായകൻ, നന്ദകിഷോർ. നായിക എൻ്റെ പണ്ടത്തെ കാമുകി മാളു. അങ്ങനെ മാമൻ അവൾക്ക് വിശേഷം ഉണ്ടാക്കി കൊടുത്തിട്ട് ഗൾഫിലേക്ക് പോയി. മാമന്റെ വീട്ടിലാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കഥയിലെ നായികയും നമ്മുടെ മാളു. ഞാൻ അങ്ങനെയാട്ടോ അവൾ വിളിക്കാറ്. അങ്ങനെ അവള് ഒറ്റയ്ക്കായതുകൊണ്ട് മാമൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാണ്, അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ, എന്തേലും പെട്ടെന്ന് സംഭവിച്ചാൽ അവിടെ ആരുമില്ല, അതുകൊണ്ട് നമ്മുടെ കിച്ചുവിനെ മാളുവിനെ കൂട്ടുകിടത്താൻ വിട്ടയക്കുമോന്ന്. എനിക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ഓക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ കഥയിലെ നായിക മാളുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി തന്നെ കുറെ കാലത്തെ സ്വപ്നം മാളുവും കിച്ചുവും കൂടി പൂവണിയുന്നതാണ്. ഇതാണ് ഞാനിന്ന് പറയാൻ പോണത് കേട്ടോ. ബാക്കി കഥ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും സമയം വേസ്റ്റ് ആവില്ല. പിന്നെ ഈ കഥ കഴിഞ്ഞാലേ കൈക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. പറ്റൂല എന്ന് പറഞ്ഞ പറ്റൂല. ദേഷ്യം മുഴുവൻ നിലത്ത് ശക്തിയായിട്ട് ചവിട്ടി പ്രകടിപ്പിച്ചു ഞാൻ. അതെന്താണ് നിനക്ക് പോയാല്? മാലുവിന്റെ സ്വരം നന്നായിട്ട് കനത്തു. അല്ലേ തന്നെ അവിടെ പോകാൻ എന്തേലും കാര്യം നോക്കി നടന്ന ചെക്കനാ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? എന്താടാ മോനെ? എന്റെ മുഖം മാറിയത് കണ്ടിട്ടാണോ എന്തോ പിന്നീട് ശാന്തമായിട്ടാണ് മാലു എന്നോട് ചോദിച്ചത്. ഞാൻ എന്തു പറയാനാ അല്ലേ? സത്യം പറഞ്ഞ മാലു എന്നെ ചെരവെടുത്ത് അടിക്കും. അതുകൊണ്ട് മൗനം വിദ്വാനുഭൂഷണം. എന്റെ മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോ മാലു എന്നെ നോക്കി അവിടെ നിന്നു. ഞാൻ അത്യാവശ്യം വേണ്ട എല്ലാ ഡ്രസ്സും ബാഗിലാക്കി ബെഡിൽ വന്നിരുന്നു. എന്തോ പോക്കാൻ മനസ്സ് വരുന്നില്ല. ഇവർക്ക് ഞാനൊരു ബാധ്യത ആയോ എന്നൊരു തോന്നല്. അത് ആലോചിച്ചപ്പോ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് തന്നെ നനുത്തൊരു സ്പർശം എന്റെ കവിളിൽ അനുഭവപ്പെട്ടു. എന്താ കിച്ചുട്ടാ, എന്തിനാ നീ കരയണേ? അമ്മയോട് പറയടാ. മാലു എന്റെ മുഖം കൈക്കുമ്പിളിലാക്കി ആകുലതയോടെ ചോദിച്ചു. അമ്മേ, അമ്മേനെ എനിക്ക് ശരിക്കും മിസ് ചെയ്യൂട്ടാ. കള്ളം പറഞ്ഞല്ല, സത്യ. അത് സത്യായിരുന്നു. ഓർമ്മ ആയതിനു ശേഷം ഞാൻ അമ്മയെ പിരിഞ്ഞിരുന്നിട്ടില്ല. മാലു എന്നെ ഇരു കൈ പുണർന്നു മുഖം എന്റെ കഴുത്തിലേക്ക് പൊഴുത്തി. അമ്മയ്ക്ക് കിച്ചൂട്ടിനെ മിസ് ചെയ്യില്ല എന്നാണോ നീ പറയുന്നത്? മാലുവിന്റെ ചൂട് നിശ്വാസം എന്റെ കഴുത്തി തട്ടി. ആൾക്ക് നന്നേ നീളം കുറവാ. എന്റെ കഴുത്തിന്റെ അത്രേ ഉള്ളൂ. ഇതിപ്പോ അവിടെ ആരും ഇല്ലാത്തോണ്ടല്ലേ? തന്നെയല്ല, പാറൂന് വയ്യാണ്ടിരിക്കുകയല്ലേ? മായി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോടിപ്പോ എങ്ങനെ ഒരു സഹായം ചോദിക്കൂ? എന്നെ ഒന്നുകൂടി മുറുക്കി പിടിച്ചിട്ട് മാലു വിട്ടകന്നു. കിച്ചുനെ അമ്മ ഡെയിലി വിളിക്കുമല്ലോ, പിന്നെ 6 മാസത്തെ കാര്യല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ? ഇതിപ്പോ എനിക്ക് അച്ഛന് ലീവില്ലാത്തോണ്ടല്ലേടാ. അല്ലാണ്ട് അമ്മയ്ക്ക് മോനെ പിരിഞ്ഞേക്കാൻ പറ്റുമോ? സംഭവം ശരിയായതുകൊണ്ട് ഞാനും കൂടുതലൊന്നും പറഞ്ഞില്ല. ബാഗും എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി. മാലുവും എന്റെ പിറകെ വന്നു. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവൂല്ലേ മാലു എന്ന് ഞാൻ വിളിക്കുന്നത് ആരെയാണെന്ന്? ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ അമ്മയാട്ടോ മാലു എന്ന്. എനിക്ക് എൻ്റെ അമ്മയെ മാലു എന്ന് വിളിക്കുന്നതാ ഇഷ്ടം. അപ്പോൾ കഥയിലേക്ക് വരാമേ. മാലു എൻ്റെ പിറകില് വന്നു. ഹാളില് നന്ദു ഉണ്ടായിരുന്നു. പെണ്ണിന് നല്ല വിഷമമുണ്ട്, പക്ഷേ അവൾ പുറത്ത് കാണിക്കുന്നില്ല. ഏട്ടാ, എന്നെ വിളിക്കണേ. എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് നന്ദു പറഞ്ഞു. പിന്നെ എൻ്റെ പട്ടി വിളിക്കുന്നിന്നെ. അവളുടെ മുടിയൊന്ന് വലിച്ചിട്ട് പറഞ്ഞതും പെണ്ണിന് ആകെ കലിപ്പായി. മുടിയിൽ തവിടുന്നത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. പുടപ്പട്ടി. അവളുടെ കവിളിലൊന്ന് വലിച്ച് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നെയും കാത്ത് എന്ന പോലെ നമ്മുടെ പോളോ കുട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സാരഥിയായിട്ട് ദ ഗ്രേറ്റ് സച്ചിദാനന്ദൻ. വേറെ ആരുമല്ല കേട്ടോ, നോമന്റെ പിതാമഹൻ തന്നെ. ഒരു ചിരി സമ്മാനിച്ച് ബാക്ക് സീറ്റിൽ ബാഗും വെച്ച് ഡോർ അടച്ച് തിരിഞ്ഞപ്പോൾ മാലു എന്നെ കെട്ടിപ്പിടിച്ചു. വലത്തെ കവിളില് ഒരു നനുത്ത ഉമ്മ വന്നു. വിളിക്കണട്ടോ. ആ കണ്ണുകൾ നനഞ്ഞു. അതെന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി അച്ഛനോട് എന്തോ പറയാം. ഞാൻ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. കാറിൽ കയറിയിരുന്നു.
ഒരിക്കൽ കൂടെ മാലുവിനോട് യാത്ര പറഞ്ഞു.